അനു 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 കുറുപ്പേ അനുവിനെ കണ്ടോ? കണ്ടില്ലല്ലോ. അയ്യോ, കുട്ടിയെ കാണാനില്ലല്ലോ. വിളിച്ചു നിൽക്കാനുള്ള പോത്താ. ആ തോട്ടത്തിൽ വരാന്തയിലോ കണ്ടോന്ന് നോക്ക കൊച്ച്. അനുമോളെ, അനു അനുമോളെ, അനുമോളെ, കൊച്ചെവിടെ പോയി കിടക്കുന്നു? അനു അനുമോളെ, അനു റെഡിയായോ? ചോദിച്ചത് കേട്ടില്ലേ? അനു എവിടെ? പിന്നെ അനുവിനെ എവിടെയും കാണുന്നില്ല. അനു, അനു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഡ്രസ് ചെയ്യിപ്പിച്ചിരിച്ചതാ. ഞാൻ സ്നാക്സ് എടുക്കാൻ വേണ്ടി അകത്ത് പോയതാ. എല്ലായിടത്തും നോക്കിയോ? നോക്കി സാർ, എവിടെയും. ഇത്ര ജോലിക്കാർ ഈ വീട്ടിലുണ്ടായിട്ടും ഡാമേജ്. പോലീസ് കൺട്രോൾ. ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ മോളെ. ഓ ഇങ്ങനെ ഒരു വികൃതി കുട്ടി മനുഷ്യനെ കഷ്ടപ്പെടുത്തി കളഞ്ഞു. മോനെ, ഇതാണ് കുറുപ്പമ്മാവൻ. എന്നാലും ഒറ്റയ്ക്ക് ഇന്ത്യന്ന് വിമാനം കയറി ഇത്രയും ദൂരം വന്നു കളഞ്ഞല്ലോ വീട്ടുകാൻ. എന്താ പേര്? ഉണ്ണി. നല്ല പേരാ, ഗുരുവായൂരപ്പന്റെ പേരാ. ശാരദാമ്മയ്ക്ക് ഒറ്റ മോനേ ഉള്ളൂ അല്ലേ? അതെ. എന്തിനാ അധികം? ഇനിയിപ്പോ ഉണ്ണിയുടെ വീട് ഇതാ കേട്ടോ. നായർ സാർ പഠിപ്പിക്കാന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് പഠിച്ച് ഇത്രയുള്ള ഒരു ഡിഗ്രി കൊണ്ട് പോണം. വരും. Well, the project we were talking about really seems to be very nice, and I hope there won't be much. Excuse me, sir. The time is 2:45, sir. Should I send the driver to pick up Anu? Oh, forgot it. Send him at once. Yes, sir. I am sure our project will be within our estimate. Okay? I think you are right, and let's sign the contract today itself.
യെസ് നായർ ഹിയർ. വാട്ട്? യെസ്, നിങ്ങളുടെ മകൾ ഞങ്ങളുടെ കൂടെയുണ്ട്. വിവരം പോലീസിനെ അറിയിച്ചാൽ എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഞാൻ ആരോടും പറയില്ല. എങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. ഓക്കെ, ഐ വിൽ കം ദർ ഇമ്മീഡിയറ്റ്ലി. My daughter has been kidnapped. Hello, 2-1 Cisco, control over. सविता, जगह तो बुढ़ाया कौन था? बोले मरे. Can I go home? If you make noise, I'll cut your neck. Understand? കുരുത്തം കിട്ടവന് ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. അപ്പത്ത് അമ്മാവ അതിന് തിരിച്ചു വരില്ലേ? കുരുത്തം കെട്ടവന് തിരിച്ചു വരില്ലേന്നോ? ആശ്രീകരം. കരയണ്ട കരയണ്ട. എന്നാലും എന്റെ ഉണ്ണി, നീ വന്നൊരു ദിവസം മോളെ മോളെ
വലിയൊരു കത്തിയെടുത്ത് ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് പിന്നെ ആ ഡെവിൾ ഇങ്ങനെ ഉറങ്ങി. എന്നിട്ട് ഞാൻ ഓടി. മിടുക്കി മിടുക്കി. ശാരദേ, അനുവിനെ ഇന്ന് തൊട്ട് സ്കൂളിൽ അയക്കുന്നില്ല. സർ, എന്റെ മോളെ ഇനി ഈ വീട്ടിലൊന്നും ഞാൻ പുറത്തയക്കില്ല. അപ്പോ അനുമോളുടെ പഠിപ്പിന്റെ കാര്യം? ടീച്ചേഴ്സിനെ നമുക്ക് ഇവിടെ വരുത്താം. എനിക്ക് സ്കൂളിൽ പോണം, ഫ്രണ്ട്സിനെ കാണണം. വേണ്ട മോളെ, അപ്പൊ ഞാൻ ആരുടെ കൂടെ കളിക്കും? ഉണ്ണി ഉണ്ടല്ലോ ഇവിടെ, അവന്റെ കൂടെ കളിച്ചോളൂ. ഓക്കെ ഡാഡി. ഉണ്ണി മോളുടെ കൂടെ പോയി കളിക്കും. കാമ്പൗണ്ട് ഗേറ്റ് എപ്പോഴും പൂട്ടിയിടണം. അനു പുറത്തിറങ്ങാതെ സൂക്ഷിക്കണം. ഇദ്ദേഹം മിസ്റ്റർ ഡാനിയൽ, മോളെ ഇംഗ്ലീഷും ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിപ്പിക്കാനുള്ള മാസ്റ്റർ. ഹലോ. ഹലോ സാർ. ഇവർ മിസ് ഫ്ലോറൻസ്, പിയാനോവും ഡാൻസും പഠിപ്പിക്കാനുള്ള ടീച്ചർ. ഹലോ. ഹലോ. മിസ്റ്റർ നാരായണൻ, മലയാളം പഠിപ്പിക്കാനുള്ള മാസ്റ്റർ. ഹലോ സാർ. നമസ്കാരം. മീറ്റ് മിസ്റ്റർ വാങ്, മോളെ ചൈനീസ് പഠിപ്പിക്കും. ഹലോ. ഹായ്. മീറ്റ് മിസ്സിസ് ചന്ദ്രൻ, മോളെ കണക്ക് പഠിപ്പിക്കും. ഹലോ. മോൾക്ക് എല്ലാരും ഇഷ്ടമായോ? ഓ യെസ്. ആ, ഉണ്ണിക്ക് ഇഷ്ടായോ? എനിക്കിഷ്ടായി. Can Unni study with me? of course. Yes, go and play with him. ശാരദേ, നാളെ തൊട്ട് ഇവരെല്ലാരും വരും. ഇവരുടെ കാര്യങ്ങളും ടൈമിങ്ങും എല്ലാം ഫിക്സ് ചെയ്തു. ഓക്കെ സർ. വെൽ, യു ക്യാൻ ടോക്ക് ടു ഹർ. Well, about your timings. മോള് വാ, മോള് വാ. കുറുമാനിട്ട് ഓടിക്കരുത്, ഓടിക്കരുത്. ഇവിടെ വാ. ഞാനിതിന് രണ്ടെണ്ണത്തിന് ഞാൻ പിടിച്ചു. ഉണ്ണി ഇവിടെ പോയി പിള്ളേര്. അനു, അനു, ഉണ്ണി വാ, വാ. ഉണ്ണി, ഇതെല്ലാം നിന്റെ പണിയാണല്ലേ? വീട്ടിലൊന്നും പുറത്തിറങ്ങുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? വാ വീട്ടിലേക്ക്, വാ മോളെ.
ശാരദയുടെ മകൻ ഇനി ഈ വീട്ടിലുണ്ടായാൽ എന്റെ കുഞ്ഞിന് ആപത്താണ്. നാളെ തന്നെ അവനെ തിരിച്ചയക്കണം. ആ, അവനെ തിരിച്ചയക്കാൻ മടിയുണ്ടെങ്കിൽ ശാരദയ്ക്കും പോകാം. അല്ല, ഇനി ശ്രദ്ധിച്ചോളാം സാർ. നോ, ഞാനൊരു ഡിസിഷൻ എടുത്താൽ അത് എടുത്തതാണ്. ഐ കാൺ ടേക്ക് എനി മോർ ചാൻസസ്. ഉണ്ണി മസ്റ്റ് ഗോ. അവനെ തിരിച്ചയക്കാം സർ. വാ മോളെ. ആ മാതാമ്മയോടൊന്ന് ചോദിച്ചു, വഴി തെറ്റണം. Excuse me. Yes? My son is going to India. Can you help me? Oh, sure. Please come this way. എന്റെ മോൻ മിടുക്കനായിരിക്കണം, നന്നായിട്ട് പഠിക്കണം. എന്നെ തിരിച്ചയക്കണ്ടമ്മേ. Excuse me, shall I take him? Sure. അനുമോൾ ഇങ്ങനെ ഒരു ഉത്സാഹം ഇല്ലാതിരുന്നാലോ? വാ, നമുക്ക് കളിക്കാം. ഒന്ന് ചിരിക്കും അനുമോളെ. ഉണ്ണി പോയാ പോട്ടെ, അനുമോളുടെ കൂടെ കളിക്കാൻ കുറുപ്പമാവനില്ലേ? മോളെ ഞാനിപ്പൊ ചിരിപ്പിക്കും. ചിരിക്കാൻ പോണോ, ചിരിക്കാൻ പോണോ, ചിരിക്കാൻ പോണോ, ചിരിക്കാൻ പോണോ, ചിരിക്കാൻ പോണോ, ചിരിക്കാൻ. മോള് വിഷമിക്കണ്ട, ഉണ്ണി തിരിച്ചു വരും. വരുമോ? വരും.
Terima kasih. Macam kita cakap dulu lah, okey? മോളെ കിഡ്നാപ്പ് ചെയ്തവരെ ജയിലിൽ നിന്ന് വിട്ടുകൊടുപ്പേ. പത്രത്തിൽ വന്നിട്ടുണ്ടോ? ആ കഴിവേറി ഭാസ്കരൻ പകയുള്ളവനാ. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ദേഷ്യത്തിനല്ലേ അന്ന് അനുമോളെ തട്ടിക്കൊണ്ടുപോയത്. ഇനിയിപ്പോ 14 വർഷത്തെ ശിക്ഷയും കൂടി കഴിഞ്ഞു വന്നപ്പോ അവന്റെ പക വർദ്ധിച്ചിട്ടുണ്ടാവും. അനു അനു എന്നാലും അല്ല കുഞ്ഞ്, ഇതിത്തിരി കടുത്ത കയ്യായിപ്പ്. അനു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. ഇതാ വരാം. എല്ലാം ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൽ പോവുക. എന്തിന്? ഉണ്ണി ഇന്ന് വരുന്നു. ഉണ്ണിയോ? എനിക്ക് എഴുതിയില്ലല്ലോ. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിരിക്കും. ആന്റി, ഞാനും വരുന്നു. വേണ്ട മോളെ, പ്ലീസ്. നോ. പ്രിയപ്പെട്ട അനു, ഇവിടെ എനിക്കും അമ്മാവനും സുഖം തന്നെ. അവിടെയും അപ്രകാരം തന്നെ എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീട്ടിലെ പൂച്ച പെറ്റു 5 കുട്ടികൾ. അവിടെ അപ്രകാരം തന്നെ എന്ന് കരുതുന്നു എന്ന് സ്വന്തം ഉണ്ണി. ഡിയർ അനു, അനുവിന്റെ കത്തുനില കിട്ടി. ഇവിടെ എനിക്കും അമ്മാവനും സുഖം തന്നെ. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ഒരു എക്സ്കർഷൻ പോയിരുന്നു. അടുത്ത ആഴ്ച എക്സാം തുടങ്ങുകയാണ്. അനുവിന്റെ എക്സാം എന്ന് തുടങ്ങും. നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് സുഖമല്ലേ? ശേഷം അടുത്തത് എന്ന് സ്വന്തം ഉണ്ണി. അമ്മേ, മോനെ, യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ? വാ, ഞാൻ എടുത്തോളാം. അതൊന്നും സാരമില്ല. വാ. നാം പിരിഞ്ഞ് വർഷങ്ങൾ ഒട്ടേറെ കഴിഞ്ഞെങ്കിലും മനസ്സിന്റെ കോണിൽ എവിടെയോ അന്നത്തെ ഓർമ്മകൾ ഇന്നും പച്ചപിടിച്ചു കിടക്കുന്നു. അമ്മയുടെ മുഖം, അനുവിന്റെ മുഖം ഇടയ്ക്കിടെ എന്റെ കണ്ണിൽ തെളിഞ്ഞു വരും. ഇപ്പോൾ അനു എങ്ങനെയിരിക്കും, അമ്മ എങ്ങനെയിരിക്കും എന്ന് ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്. പഴയ മുഖങ്ങൾ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. ഫോട്ടോവിന് എത്ര തവണ ഞാൻ എഴുതി, അനു അയച്ചു തന്നില്ലല്ലോ. വല്ലപ്പോഴും അനുവിന്റെ ഒരു കത്ത് കിട്ടുന്നത് എനിക്ക് നഷ്ടപ്പെട്ട നാളുകൾ തിരിച്ചു കിട്ടും പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് എഴുതാൻ അമാന്തിക്കരുത് എന്ന് സ്വന്തം ഉണ്ണി. ഇപ്പോഴും സ്വീറ്റ്സ് ഒരുപാട് കഴിക്കല്ലേ? പൊടിച്ചക്കനങ്ങോട് വളർന്ന് വലുതായല്ലോ. ഇപ്പൊ പുരുഷപ്രാപ്തിയായി എന്ന് പറയാം. കുറുപ്പമാവന് മാത്രം യാതൊരു മാറ്റമില്ല. അതിന് കാരണമുണ്ട് ഉണ്ണി, എന്റെ കടുത്ത ബ്രഹ്മചര്യം. അനുവിന്
എനിക്ക് വേണ്ട. 50-50. ഓക്കെ. വരൂ ഉണ്ണി, എന്റെ മുറിയിലേക്ക് പോ. ഹലോ സാർ. ഉണ്ണിക്ക് എന്തെങ്കിലും ജോലി എന്ന് സഹായിക്കണമെന്ന് ഉണ്ണിയുടെ അമ്മ പറഞ്ഞു. അതാണ് വരാൻ ടെലഗ്രാം ചെയ്തത്. താങ്ക് യു സാർ. താമസിക്കാനുള്ള സ്ഥലം ഓഫീസിനടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറുപ്പേ, ഉണ്ണിയുടെ പെട്ടിയും മറ്റും എടുത്ത് കാറിൽ വയ്ക്കൂ. ഉണ്ണി പോയിക്കോളൂ. ഡാഡി, ഉണ്ണി നാളെ പോയാ പോരെ? നോ, പ്ലീസ് ഡാഡി. he has to join duty today itself. ശാരദേ, കുട്ടിക്കാലത്ത് അവർ ചങ്ങാതിമാരായിരുന്നിരിക്കാം. പക്ഷേ ശാരദയും ഉണ്ണിയും എന്റെ ജോലിക്കാരാണ്. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ഓക്കെ, I'll do it. Excuse me. Yes? Could I see Mr. Nair? Have you got an appointment? No, but I want to see him. Mr. Unni, he wants to meet Mr. Nair. യുവർ നെയിം പ്ലീസ്? അശോക്. മലയാളിയാണല്ലേ? അതെ. അല്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതി കേട്ടപ്പോൾ മനസ്സിലായി മലയാളിയാണ്. മിസ് നായർ സ്വല്പം ബിസിയാണ് സാർ. ഒരു 5 മിനിറ്റ് ഇരിക്കണം. സാറും മാസ്റ്ററും ഒന്നും വേണ്ട. എന്റെ പേര് അശോക്. മിസ്റ്റർ നായരുടെ പാർട്ണർ കെ മേനോന്റെ മകനാണ്. നൈസ് മീറ്റിംഗ് യു സാർ. വീണ്ടും സാർ. കട്ട് ദാറ്റ് സാർ. ജസ്റ്റ് കോൾ മീ അശോക്. യെസ് സാർ. കണ്ടോ, പിടിച്ചു പിടി വിടില്ല അല്ലേ? അതെ, സാറിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഉണ്ണി. നല്ല നാടൻ പേര്. ഉണ്ണി, അപ്പു, ആനന്ദക്കൂട്ടൻ. ആ, ഞാൻ ഈ കവർ മിസ്റ്റർ നായരെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മിസ്റ്റർ നായർ സ്വല്പം ബിസിയാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഉണ്ണി, ആരോട് സംസാരിക്കാതെ വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല ഞാൻ. ഞാനും കൂടെ വരട്ടെ? ഓക്കെ. താങ്ക് യു. ഏയ്, യു ആർ ബ്യൂട്ടിഫുൾ. ഗുഡ് ആഫ്റ്റർനൂൺ. Yes? Could I see Mr. Ong Chenan, please? I'll call him. ഇരിക്കൂ. താങ്ക് യു. എന്താ ഇന്റർവ്യൂവിന് വന്ന ഉദ്യോഗാർത്ഥിയെ പോലെ സ്റ്റിഫായിരിക്കുന്നത്? റിലാക്സ് മാൻ. ഗുഡ്. നാടെവിടെയാ? കോഴിക്കോട്. പഠിച്ചതും വളർന്നതെല്ലാം അവിടെയാണോ? അതെ, ഞാൻ ഈടെ വന്നതേ ഉള്ളൂ. ഐ സി. ഡു യു സ്മോക്ക്? ഇല്ല. എന്റെ വീട് കൊല്ലാലംപൂരിൽ. ഓഹോ. ഒരു വീക്കെൻഡിൽ അങ്ങോട്ട് വരൂ. വി വിൽ ഹാവ് എ ഡാം ഗുഡ് ടൈം. ജസ്റ്റ് എ മിനിറ്റ്. യെസ്. ഓക്കെ, ഐ ക്യാൻ. യു ക്യാൻ സീ മിസ്റ്റർ നായർ. ഐ സി. ഓക്കെ ദെൻ. Okay. സീ യു. ഹലോ അങ്കിൾ. യെസ്, ഞാൻ കെ മേനന്റെ മകനാണ് അശോക്. ഇരിക്കൂ. താങ്ക് യു. അച്ഛന് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഈ ഡോക്യുമെന്റ്സ് അങ്കിളിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. താങ്ക് യു. ഞാൻ അശോകിനെ കുട്ടിക്കാലത്ത് കണ്ടതാണ്. തീരെ മനസ്സിലായില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. അച്ഛൻ എന്താണ് അസുഖം? കാര്യമായിട്ടൊന്നുമില്ല. യൂഷ്വൽ ഗ്യാസ് ട്രബിൾ. ഓ, ലൈക്ക് ടു ഹാവ് എ കോഫി? നോ അങ്കിൾ, താങ്ക് യു. ഇരിക്കൂ. ലഞ്ച് എന്റെ കൂടെ വീട്ടിലാകാം. ഇനി ഒരിക്കലാവാം. ഇന്ന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. അടുത്ത ആഴ്ച വരുമോ? ഐ വിൽ ട്രൈ. അച്ഛൻ എപ്പോ വരും? മേ ബി ഇൻ എ വീക്സ് ടൈം. ആ, എന്റെ അന്വേഷണം പറയൂ. ഐ വിൽ. ഓക്കെ, സീ യു. ഉണ്ണി, നീ ലഞ്ചിൽ വരുന്നോ? ഞാൻ നല്ല കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം. കമാ. അയ്യോ, ഞാനില്ല. എന്നാ ഡിന്നറിന് വാ. ഞാൻ ഷഗ്രിയിലല്ല താമസം. 306. പിന്നെ ഗേൾ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് പോരെ. ഓക്കെ? എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഇല്ല. വയസ്സ് എത്രയായി? 24. 24. എന്നിട്ടും ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയില്ല? ഐ റിയലി പിറ്റി യു. ഉണ്ണി, വൈകുന്നേരം റൂമിലേക്ക് വരാമെങ്കിൽ നല്ല കുറച്ച് പാർട്ടീസിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അശോക്, അത് ഓക്കെ, ദാറ്റ്സ് യുവർ പ്രോബ്ലം. See you. See you. Look, if you change your mind, give me a ring. Okay? അനു, ഉണ്ണി വന്നിട്ട് 10 ദിവസമായി. ഒരു തവണയെങ്കിലും എന്നെ വന്ന് കണ്ടോ?
എനിക്ക് ഉണ്ണിയെ കാണണം. നോ യു കാൺ. എന്തിനോ? ഐ വാണ്ട് ടു സീ ഹിം. നിങ്ങൾ ഇന്ന് കൊച്ചുകുട്ടികളല്ല. ഉണ്ണി അനുവിന്റെ പഴയ ചങ്ങാതിനുമല്ല, അച്ഛന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. സോ വാട്ട്? അനുമോളെ, നിനക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോ ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് വന്നത്. എന്റെ മോനേക്കാൾ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതെനിക്കറിയാം. എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ഫർഗറ്റ് അബൌട്ട് യുവർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഉണ്ണി. ഓക്കെ? ഉപദേശം തരാ എത്ര ആളുകളാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, സ്റ്റേറ്റസ്, ഡിഗ്നിറ്റി. ഐ ആം വെരി... ദേഷ്യം അത്രയും കൂടുതലാണെങ്കിലേ ഈ കുറുപ്പമാവന്റെ മുതുകത്തിട്ട് 4 ഇടി ഇടിച്ചു. എന്നാലും വില കൊടുത്ത് മേടിച്ച സാധനം എറിഞ്ഞു കുറച്ച് കളയണ്ട. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഇപ്പൊ എന്താ വേണ്ടേ? ശാന്തം. എനിക്ക് ഉണ്ണിയെ കാണണം. ഇത്രയല്ലേ വേണ്ടു? ഉം. ഞാൻ കാണിച്ചു തരും. കുറുപ്പമാവൻ കാണിച്ചു തരും. ആ കുറുപ്പമാവനോ? ഉണ്ണിക്കുട്ടൻ കാലത്തെ മുട്ട പൊരിക്കുക. ഇപ്പൊ വരാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ശ്രമത്തിലായിരിക്കും. അനു, അതെ, അനു തന്നെ എന്റെ പേര്. നീ എന്താ എന്നെ കാണാൻ വരാത്തത്? അത് എന്താ? അതെ 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 അതെ. ദേ, എറിഞ്ഞാ പൊട്ടുന്ന സർവ്വ സാധനം അവിടെ നിർത്ത് മാറ്റിക്കോണം. തവിട് പൊടിയായിക്കണം. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. അതാ സ്വഭാവം. അനു അനു ഇവിടെ വരേണ്ടില്ലായിരുന്നു. വന്നാലെന്താ? അനുവിന്റെ അച്ഛൻ അറിഞ്ഞാൽ... ഉണ്ണി, എനിക്കൊരു ഒറ്റ ഫ്രണ്ടും ഇല്ലെന്ന് ഉണ്ണിക്കറിയാലോ. അറിയാം. ആകെയുള്ള ഒരേ ഒരു ഫ്രണ്ട് ഉണ്ണിയല്ലേ? അതെ. Then അനു, you see, ഉണ്ണി, നീ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ വരും. കുറുപ്പമാവ, നോക്കൂ കുറുപ്പമാവ. പിടിവാശി പിടിച്ചാ പിന്നെ ഉടുമ്പ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണിയെ കണ്ടല്ലോ. നീ വരൂ, പോവാ. ഓ പോ, വരൂ ഉണ്ണി. ഞാനോ? വരൂ, കമാ. വരാം. കുറുപ്പമാവ, കാർ സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്ന് ഇറങ്ങിത്തള്ളൂ. ഓ, കാലത്ത് ആരെ കണി കണ്ടുകൊണ്ടാണോ ഇറങ്ങിയത്? എന്ത് കുട്ടികളെയാണ് കാണിക്കുന്നത്? ഭാസ്കര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനുമോളേക്കാൻ ദ്രോഹിച്ചാലുണ്ടല്ലോ, നിന്റെ ഞാൻ പറയണില്ല. ചേച്ചേ, ആര് ഉപദ്രവിക്കാൻ? അതെ, കുറുപ്പിയായിട്ട് കാപ്പി കുടിക്കുന്നു. നിന്റെ ഒരു കാപ്പി. കുറെ കാലായില്ലേ അയാളെ കൂടെ ജോലി ചെയ്യുന്നു. എന്നിട്ട് എന്ത് സമ്പാദിച്ചു? നല്ല പേര് സമ്പാദിച്ചു. വയസ്സായില്ലേ? ഇനി നാട്ടിൽ പോയ ഒരു വീടും പുരടായിട്ടൊക്കെ കഴിയാൻ നോക്കൂല്ലേ? കുറുപ്പിയായിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. $50,000 തരാം, അതുപോലെ. ഏരപ്പാളി. എടാ, ചോറിന്റെ അമേധ്യത്തിന്റെ വ്യത്യാസം തിരിച്ചറിയാത്തവനാ നീ. എന്റെ മുമ്പിൽ ഇനി കണ്ടുപോരും, ഞാൻ പറഞ്ഞേക്കാം. ഇത്രമാത്രം സ്നേഹം അനുവിന് എന്നോടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അത്രമാത്രം സ്നേഹം ഉണ്ണിക്കില്ല അല്ലേ? അനു ഭയങ്കര വായാടിയായിട്ടുണ്ട്. ഉണ്ണി, എനിക്ക് ഉണ്ണി എന്നും കാണണം. അനു അനു കാണുമോ ഇല്ലയെന്ന് പറയണം. ഓക്കെ, മറുപടി പറയാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകുന്നു. അനു, അനുവിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് മോഹമുണ്ട്. തീർച്ച? തീർച്ച. പ്രോമിസ്? പ്രോമിസ്. ഇയാളാ ഉണ്ണി പണ്ടെന്നെ കിഡ്നാപ്പ് ചെയ്തത്. നമുക്ക് പോകാം. വെയിറ്റ്. ഹലോ സർ, നമ്മൾ ഇതിനു മുൻപ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ജയിലിലെ താമസമൊക്കെ സുഖമായിരുന്നോ? ഓഫീസർ, യെസ് മാഡം. ഓഫീസർ, ഹി വാണ്ട്സ് ടു സ്പീക്ക് ടു യു. യെസ്.
നോ സർ. ലുക്ക് ബ്യൂട്ടിഫുൾ സീനറി. ബോസ്, കുറുപ്പമ്മാവ പിണക്കാണോ? വഴി കാണിക്കാമെന്ന ആളെ പെരുവഴി ഇറക്കിയിട്ട് പോവാ. ഇത് എവിടത്തെ മര്യാദയാ? സോറി കുറുപ്പമ്മാവ, തമാശ കാണിച്ചല്ലേ. നല്ല തമാശ. ആ ശാരദാമ്മ വന്ന് നാഴിക്ക് 40 പ്രാവശ്യം ചോദിക്കും, അനിമോൾ എവിടെ, അനിമോൾ എവിടെ, അനിമോൾ എവിടെ. ഞാൻ എന്ത് പറയും? എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു റൂമിൽ കിടന്നുറങ്ങും. താങ്ക് യു മാവ. ചിത്രം ഒരു ചിത്രം മനസ്സേ ഞാനെഴുതേ നിന്റെ ചിത്രം അതിനേഴു വർണ്ണം. ഒരു ശില്പം മനസ്സിൽ ഞാനൊരുക്കി നിന്റെ ശില്പം അത് ചാരു ശില്പം. ചിത്രം ഒരു ചിത്രം മനസ്സിൽ ഞാനെഴുതേ നിന്റെ ചിത്രം അതിനേഴു വർണ്ണം. ഒളിയമ്പേയും കണ്ണിനയാകെ അനുരാഗമാസ്മരണം. ഒളിയമ്പേയും കണ്ണിനയാകെ അനുരാഗമാസ്മരണം. മോഹമുണർത്തും ചൊടികളിലാകെ മധുരം തൂകും പൂവ്. പൂപെറുക്കാൻ വാവാ മധുരം നുണയാൻ വാവാ. ചിത്രം ഒരു ചിത്രം മനസ്സിൽ ഞാനെഴുതി നിന്റെ ചിത്രം അതിനേഴു വർണ്ണം. ചിത്രം ഒരു ചിത്രം മനസ്സിൽ ഞാനെഴുതേ നിന്റെ ചിത്രം അതിനേഴു വർണ്ണം. ശില്പം ഒരു ശില്പം മനസ്സിൽ ഞാനൊരുക്കി നിന്റെ ശില്പം അത് ചാരു ശില്പം.
ചിത്രം ഒരു ചിത്രം മനസ്സിൽ ഞാൻ എഴുതേ നിന്റെ ചിത്രം അതിനേഴ് വർണ്ണം. ലാസ്റ്റ് 6 months നമ്മുടെ ഇമ്പോർട്ട്സിന്റെയും എക്സ്പോർട്സിന്റെയും ഒരു അഗ്രിഗേറ്റ് ഒന്ന് തയ്യാറാക്കി തരും. യെസ് സർ. സെപ്പറേറ്റ് ഹെഡ്സിൽ വേണം. ശരി സർ. ഹലോ, യെസ്, ഉണ്ണി കാൾ ഫോർ യു. ഹലോ, ഉണ്ണി ഹിയർ. ഉണ്ണി, ഞാൻ ഉണ്ണിയുടെ പഴയ കത്തുകളെല്ലാം വീണ്ടും വായിക്കുകയായിരുന്നു. ആ, ഉണ്ണി എന്ത് ചെയ്യുന്നു? വിശേഷിച്ചൊന്നുമില്ല. എന്തെങ്കിലും പറയുന്നേ? സുഖമാണോ? അതെ അതെ, എനിക്ക് സുഖമാണ്. എന്ത് മഴയോ? ആഹാ, കടുത്ത മഴയാണോ? എന്തൊക്കെയാ പറയുന്നത്? അതെ അതെ, ഞാൻ സാറിന്റെ ക്യാബിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓ, പറയാം, ഡെഫിനറ്റായിട്ട് പറയാം. ഓക്കെ, ബൈ. ആരായിരുന്നു? അത് മിസ്റ്റർ മേനോന്റെ മകൻ അശോക്. കോലാലംപൂരിൽ നിന്ന് വിളിച്ചതാണ്. അന്വേഷണം പറയാൻ പറഞ്ഞു. ഐ സീ, ഹീസ് എ വെരി ഗുഡ് ബോയ്. അതെ, വളരെ നല്ല മനുഷ്യനാണ്. എന്നെ വളരെ ഇഷ്ടമാണ് സാർ. ഞങ്ങൾ വളരെ ക്ലോസ് ആണ് സാർ. ഹലോ അങ്കിൾ. ഹായ്. കോലാലംപൂരിൽ നിന്ന് അശോക് വിളിച്ചു എന്നല്ലേ പറഞ്ഞത്? അതെ സാർ. ഞാൻ ഉണ്ണിയെ വെറുതെ ഒന്ന് പറ്റിച്ചതല്ലേ. ഞാൻ റിസപ്ഷനിൽ നിന്നാണ് വിളിച്ചത്. ജസ്റ്റ് പ്രാക്ടിക്കൽ ജോബ്. വെറുതെ ഒരുപാട് കയ്യിലുണ്ടല്ലേ. അശോക് ഫോളിംഗ് മീ. കുറച്ച് അലുവയും കായ് വറുത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് ആരോ റിലേറ്റീവ്സ് വന്നപ്പോ കൊണ്ടുവന്നതാ. അങ്കിളിന് വരാൻ പറഞ്ഞു. താങ്ക് യു. അപ്പൊ ഞാൻ വരട്ടെ. ഡാഡിയോട് ഒന്നും പറയാനുണ്ടോ? പറയാനുണ്ട്. സൗകര്യം പോലെ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കൂ. ഓക്കെ, ബൈ. ഉണ്ണി, ഞാൻ ഫോൺ ചെയ്തൊന്നും നീ ബ്ലോക്ക് ചെയ്തു അല്ലേ? ഐ എം സോറി. സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ട്രീറ്റ് വേണം. ഓക്കെ. അത് പോട്ടെ, ആരായിരുന്നു ഫോൺ ചെയ്തത്? ഗേൾ ഫ്രണ്ട് ആണല്ലേ? സിംഗപ്പൂരിലെ മണ്ണിന്റെ ഗുണം കണ്ടോ? ഇത്രയും കാലം നാട്ടിൽ ചുമ്മാ മുരടിച്ചിരുന്ന നീ സിംഗപ്പൂരിലെത്തി റൊമാൻസ് ആരംഭിച്ചു. ഗുഡ്, വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. അതെ, നിന്റെ ഗേൾ ഫ്രണ്ട് സുന്ദരിയാണോ? അതെ. എന്നാലേ എന്നെ പരിചയപ്പെടുത്തണം. ദേ, ഞാൻ തട്ടിയെടുത്തോണ്ട് പോകത്തൊന്നുമില്ല. അടുത്ത തവണ വരുമ്പോ കാണാം, പരിചയപ്പെടുത്താം. ഓക്കെ. എന്താടോ വരുന്നവരെ അറിയിച്ചില്ലല്ലോ. പെട്ടെന്ന് പുറപ്പെട്ടു. വിസ്കി ഞാൻ കുടിക്കില്ലെന്ന് നിനക്കറിയില്ലേ? ഞാൻ വെറുതെ ചോദിച്ചതാ. അതിരിക്കട്ടെ, നിന്നെ എത്ര വിളിച്ചാലും നീ ഈ പ്രദേശത്തേക്കൊന്നും തീരെ വരാറില്ലല്ലോ. ഇന്നെന്താ പതിവില്ലാതെ? പറയാം. ഓ, ബിസിനസ് ടെൻഷൻ ആയിരിക്കും. എടാ, സിംഗപ്പൂരിൽ ഇരുന്നാൽ ടെൻഷൻ ഇല്ലാത്തവനും ടെൻഷൻ ഉണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്ക്. മാസത്തിലൊരിക്കൽ 5-6 ദിവസം ഇവിടെ വന്ന് എന്റെ കൂടെ താമസിക്കും. അത് തന്നെയാ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. നോക്ക്, ഒറ്റ മാസം കൊണ്ട് നിന്നെ ഞാൻ ഇതും കൂടി പഠിക്കും. അശോക് ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു 10-30 വർഷത്തെ പഴക്കം കാണും അല്ലേ? അതെ. അത് നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. എടോ, ചുമ്മാ വളച്ചു കെട്ടാതെ കാര്യം പറ. എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ. നിനക്ക് ഒരു മകനും. ഓ, സംബന്ധാലോചന കൊടുകൈ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരോട് ആലോചിക്കണ്ടേ? അശോകിനോടും ചോദിക്കും. അശോക്, അശോക്, കം ഹിയർ ക്വിക്ക്. ഡാഡി, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഡാഡി ഒരുപാട് കുടിക്കുന്നുണ്ട് കേട്ടോ. ഓടാ, കുട്ടിയുടെ കാര്യത്തിനൊന്നും അല്ല വിളിച്ചത്. തുറന്നു വന്നേ. ഹലോ അങ്കിൾ, എപ്പോ വന്നു? കുറച്ചു നേരമായി. എന്തിനാ വന്നതെന്ന് കൂടി ചോദിക്കേ. താൻ പറയടോ. താൻ പറ. പറയുന്നേ. ശരി, ഞാൻ തന്നെ പറയാം. നിന്റെ കല്യാണം കഴിഞ്ഞു. എടാ മകനെ, നാരെങ്കിലും വന്നിരിക്കുന്നതേ ഒരു സംബന്ധാലോചനയൊക്കെ ആയിട്ടാ. നീ എന്ത് പറയുന്നു? ഡാഡി എന്ത് പറയുന്നു? ഞാൻ കൈ കൊടുത്തു. Then it's okay for me. ഞാൻ അനുവിനെ കണ്ടതാ. നീ നോക്ക്, കൊള്ളാല്ലേ?
ഇവനെ പോലെ അല്ലേതായാലും. അശോക്, ഞാൻ പോകുമ്പോ അശോകിന്റെ ഫോട്ടോ കൂടി തരണം. അനുവിനെ കാണിക്കാനാ. അത് വേണ്ട അനിൽ. ഞാൻ ഫോട്ടോയിൽ നന്നാവില്ല. നേരിട്ടങ്ങ് വന്നാ പോരെ? എപ്പോൾ? നെക്സ്റ്റ് സൺഡേ. ഓക്കെ. യു ലുക്ക് ടയർഡ്. പോയി കുളിക്കാൻ നോക്ക്. അശോക്, അശോക്, നീ എന്താ ഫോട്ടോ എടുക്കാത്ത? അയ്യോ ഡാഡി, ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ എടുത്ത ഫോട്ടോ മാത്രമേ ഉള്ളൂ. അതങ്ങനെ അങ്കിളിന് കൊടുക്കും. ഓ, ഡാഡി എന്തിനാ കോലാലംപൂരിൽ പോയതെന്ന് മോക്കറിയാമോ? ഇല്ല. മേനോൻ അങ്കിളിനെ മോക്കറിയില്ലേ? അറിയാം. ആ മേനോൻ അങ്കിളിന് സുന്ദരനായ ഒരു മകനുണ്ട്, അശോക്. മിടുക്കനാണ്. നിന്നെ ഞാൻ അവരെ ഏൽപ്പിക്കാൻ പോവുകയാണ്. നന്നായി സർ, വളരെ നന്നായി. അടുത്ത സൺഡേ അവൻ നിന്നെ കാണാൻ വരും. അവൾക്കെന്ത് പറ്റി? പെട്ടെന്ന് വിവാഹത്തെ പറ്റി കേട്ടതുകൊണ്ടായിരിക്കും. അത് ശരി. സൺഡേ ഡിന്നറിന് അശോകും അവന്റെ ഡാഡിയും വരും. എല്ലാം ക്ഷേമമായിരിക്കണം. അതിന് ഞാനെന്ത് വേണം? ഡാഡി പറയുന്നത് അനുസരിക്കാതിരുന്നാൽ ഡോണ്ട് ബി എ കവേർഡ് ഐ സേ. സ്നേഹിക്കാൻ ഒരാള്, വിവാഹം കഴിക്കാൻ മറ്റൊരാൾ എന്നത് ഞാൻ പഠിച്ചിട്ടില്ല. അതിന് ഞാനെന്ത് ചെയ്യണം പറയൂ? ഉണ്ണിയുടെ അമ്മ വിവാഹത്തിന് സമ്മതിക്കില്ല. എന്റെ ഡാഡിയും സമ്മതിക്കില്ല. നമുക്ക് വിവാഹം കഴിക്കുകയും വേണം. അനു, അവര് ലുക്ക് ഹിയർ ഉണ്ണി, അവരെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട. ഇന്ന് രാത്രി നമ്മൾ സ്ഥലം വിടുന്നു. കൃത്യം 1 മണിക്ക് എന്റെ വീടിന് മുമ്പിൽ കാത്തു നിൽക്കണം. വി ആർ ഇലോപ്പിംഗ്. വി ആർ ഗോയിങ്. ഓക്കെ? ഓക്കെ? റൈറ്റ്? ഓക്കെ. Where do you want to go? Wherever you are going. മലയാളികളാണല്ലേ? എന്റെ പേര് അബു. എവിടേക്ക് പോകുന്നു? മിസ്റ്റർ അബു എവിടേക്ക് പോകുന്നു?
കോലാലംപൂർ. ഞങ്ങളും അങ്ങോട്ട് തന്നെ. ഫൈൻ. സിംഗപ്പൂരിൽ ഹണിമൂണിന് വന്നതായിരിക്കും അല്ലേ? അതെ. ഹാവ് എ നൈസ് ടൈം. മിസ്സിസ് ആണോ? അല്ല. ഞാൻ അല്പം കിടന്നോട്ടെ? ഓ കിടന്നോളൂ. Come on. രണ്ടാളും ഉറങ്ങുകയാണോ? ചെറുതായൊന്ന് മയങ്ങി. ഡ്രൈവ് ചെയ്യുമോ? ഓ യെസ്. എനിക്ക് നല്ല ഉറക്കം വരുന്നു. വിൽ യു പ്ലീസ് ഡ്രൈവ്? ഓ ഷുവർ. കോലാലംപൂരിൽ എത്തുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. ടയർഡായോ? ഹേയ്, നമുക്കൊരു കോക്ക് കുടിക്കാം. ഓ കുടിക്കാം. വരൂ.
I want a cold Coke. Okay. Excuse me. Yes. 2 Cokes. ഇനി കോലാലംപൂരിലേക്ക് എത്ര ദൂരം കാണും? 100 കിലോമീറ്റർ ഉണ്ടാവും. രാവിലെ എത്താം അല്ലേ? താങ്ക്സ്. Is that yours? Yes. I would like to own one like that. Oh, sure. Why not? I want to take my wife for a beautiful holiday. Honeymoon trip? Yeah. You like to sell her? I meant the van. Oh. How much? $5. പോ. അയ്യോ. അയാളും ആ സ്ത്രീയും കുറെ നേരമായി കിടന്നുറങ്ങുന്നു. അവരെ വിളിച്ചുകൊടുത്താം. ഇനി അയാൾ ഓടിക്കട്ടെ. ഓ. മിസ്റ്റർ അബു. മിസ്റ്റർ അബു. മിസ്റ്റർ അബു. മിസ്റ്റർ അബു. Oh my God. ആ സ്ത്രീ എവിടെ? ഇനി നമ്മൾ എന്ത് ചെയ്യും? പോകാം. ഉണ്ണി, എന്റെ സൂട്ട്കേസ് കാറിലാണ്. എന്തേത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് പോകുന്ന ആവത്താണ്.
We will do it. We will do it. താങ്ക് യു. Hello, Mr. Nair. Come on, come on. എനിക്ക് ഒരു സഹായം ചെയ്യണം. എന്തു വേണം മിസ്റ്റർ നായർ പറയണം. പേഴ്സണലാണ്. എന്താ കാര്യം? എന്റെ മകളെ കാണാനില്ല. What? പ്രിയപ്പെട്ട ഡാഡി, ക്ഷമിക്കണം. ഡാഡി തീരുമാനിച്ച വിവാഹം എനിക്കിഷ്ടമല്ല. ഞാൻ ഉണ്ണിയുടെ കൂടെ പോകുന്നു. അനു. ആരായി ഉണ്ണി? എന്റെ വീട്ടിലെ ഗവർണർസിന്റെ മകനാണ്. മിസ്റ്റർ നായർ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾക്ക് സിംഗപ്പൂരിലും കോലാലംപൂരിലും പെനാങ്കുലും എല്ലാം ഓഫീസുകളുണ്ട്. നിങ്ങളുടെ മകളെ കണ്ടുപിടിക്കുന്ന കാര്യം ഞങ്ങളെ. മകളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടോ? ഉണ്ണിയുടെ? എന്റെ കയ്യിലില്ല. നിങ്ങളുടെ അറിവോടുകൂടിയാണോ ഇതെല്ലാം നടന്നത്? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നു. കള്ളം. സായിപ്പ് പകുതിയോടുകൂടി സംസാരിക്കണം. 18 കൊല്ലം കണ്ണിൽ എണ്ണ ഒഴിച്ച് ആ കുട്ടിയെ നോക്കിയവരാ ഞങ്ങൾ. എന്നാത്തിനാ ചൊടിക്കുന്നത്? ചോദ്യം ചെയ്യുന്നത് ഞങ്ങളുടെ ജോലിയാണ്. സിംഗപ്പൂരിലോ മലേഷ്യയിലോ നിങ്ങൾക്ക് വല്ല സ്നേഹിതന്മാരെ ബന്ധുക്കളോ ഉണ്ടോ? ഇല്ല. വൈദവേ, ചുമ്മാ മൂക്കി പറഞ്ഞുകൊണ്ടിരിക്കാതെ കുഞ്ഞ് എവിടെയാണെന്ന് പോയി കണ്ടുപിടിക്കും സായിപ്പേ. ഇത് തന്നെയല്ലേ ഉണ്ണിയുടെ ഫോട്ടോ? അല്ല, അത് അവന്റെ അമ്മയുടെ ഫോട്ടോ. പിന്നെ അല്ല, പിന്നെ എനിക്ക് ദേഷ്യം വന്നതാണ്. ഞാൻ വല്ലതൊക്കെ പറയും. എന്റെ കർത്താവേ. ഞാൻ കർത്താവല്ല, കുറുപ്പാ. കല്ലടിക്കൊണ്ട് കുറുപ്പെന്ന് കേട്ടിട്ടുണ്ടോ? ശാരദാമ്മേ, നിങ്ങളുടെ മോനെ പിടിച്ചാലേ അവൻ എന്ത് പറ്റുമെന്നറിയോ? അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. എന്റെ അനുവിനെ തിരിച്ചു കിട്ടിയാൽ മതി. വൈദവേ, ഇനി മൂക്കി പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വഭാവം മാറി. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല, പിന്നെ നമ്മളിവിടെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു വിസ്താരം. എന്റെ ഈശ്വര, എന്റെ അനുമോൾക്ക് ഒരു ആപത്ത് വരുത്തല്ലേ. ഉണ്ണി, നമുക്കൊരു റൂം എടുക്കാം. എനിക്ക് തീരെ വയ്യ. കയ്യിൽ പെട്ടിയും സാധനങ്ങളില്ലാതെ കയറി ചെന്നാൽ അവർ തെറ്റിദ്ധരിക്കില്ലേ? ദാറ്റ് ഇസ് റൈറ്റ്. ഇപ്പൊ എന്താ ചെയ്യാ? വാ, നമുക്കൊരു പെട്ടി വാങ്ങാം. ഹലോ, ഇതിന് തീരെ വെയിറ്റ് ഇല്ലല്ലോ. ഹോട്ടൽ പോയി സാധനങ്ങൾ എടുത്താൽ. ഡോണ്ട് വറി, വഴി ഉണ്ടാക്കാം. വാ. എന്തോ കുളിച്ചല്ലോ, ക്ഷീണം മാറട്ടെ. ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സില്ലല്ലോ. ആ വരൂ, നമുക്ക് പോയി ഡ്രസ് വാങ്ങിട്ട് വരാം. എനിക്ക് വയ്യ ഉണ്ണി. ഉണ്ണി വാങ്ങിയാൽ മതി. ഷുവർ? ഉണ്ണിയുടെ ടേസ്റ്റ് ഒന്ന് അറിയട്ടെ. ഓക്കെ. സ്റ്റെല്ലസ്, അബുവിന്റെ പാസ്പോർട്ട് അതിനകത്തുണ്ട്. എടുത്ത് നശിപ്പിച്ചു കളയും. ഇതെങ്ങനെ പറ്റി? കാരവനിൽ വെച്ച് പെട്ടി ഞാൻ തുറന്നു നോക്കിയതാണ്. എവരിത്തിങ് വാസ് ഇൻടാക്ട്. ആ, ഹോട്ടൽ കൗണ്ടർ വെച്ച് പെട്ടി മാറിപ്പോയി. കറക്റ്റ്. ആ കുട്ടികളുടെ കയ്യിൽ ഇരുന്നതും ഇതേമാതിരി പെട്ടിയാണ്. ഐ റിമെമ്പർ ഇറ്റ്. Come on, Chua. You wait here. Yes, come in. ഹായ്. ഹായ്, ബ്യൂട്ടിഫുൾ. ഉണ്ണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെങ്ങനെ? ഓ, വെരി നൈസ്. ഇതെല്ലാം നമുക്ക് ഈ പെട്ടിയിൽ വെക്കാം. ഓക്കെ. Look at this. ഉണ്ണി, ഇത് അയാളുടെ ഫോട്ടോ അല്ലേ? അതെ. ശ്ശോ.
give back our suitcase. വാട്ട് സൂക്കേസ്? വിത്ത് സൂക്കേസ്? പെട്ടി കാണിക്കണം, പറയാം. അതിന്റെ ആവശ്യമില്ല. മരിച്ചുപോയ മിസ്റ്റർ അബുവിന്റെ പെട്ടി നിങ്ങളുടേതാവില്ല. ആൻഡ് യു കിൽഡ് ഹിം. പെട്ടി താവച്ചേ. യു ഗെറ്റ് ഔട്ട്. അനു പോലീസ് അറിയിച്ചാലോ? പോലീസ് വന്നാൽ ആദ്യം നമ്മളെ പിടിക്കും. ഇപ്പൊ വന്നവർ കൂടുതൽ ആൾക്കാരെയും കൂട്ടി വന്നാലോ? അതെ അതെ, നമുക്ക് കൂടെ സ്ഥലം വിടാം, അതാ നല്ലത്. ആ, ഒരു കാര്യം ചെയ്യും. അനു പെട്ടിയുമായി പിക്കുള്ളൂ. മറ്റേ പെട്ടിയുമായി ഞാൻ സർവീസ് സർക്കസ് വന്നോളാം. പിന്നെ റോഡിൽ കാത്തുന്നാ മതി. ഓക്കെ. Checking out, madam. No, I'm just going to meet a friend. Oh, I see. ഏയ്, എന്താ പറ്റി? സൂട്ട്കേസ് അവർ കൊണ്ടുപോയി. കമൺ. അനു, പ്രൈവറ്റ് ഡിറ്റക്ടീവ്സ് ആണ്. സാരമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഹലോ മിസ്റ്റർ നിക്സൺ. ഹലോ മിസ്റ്റർ ഡിക്സൺ. Sit down. Sit down. ഇപ്പൊ എങ്ങനെയാ പറയേണ്ടത്? ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളീസ് ആണോ? ഞങ്ങൾ കോട്ടയത്തുകാരാ. പ്രൈവറ്റ് ഡിറ്റക്ടീവ്സ് ആണല്ലേ? യെസ്, ഡിയർ സ്പെഷ്യലിസ്റ്റ്. എന്താ ഇത്? ടേക്ക് ഇറ്റ് ഈസി. അനു, ടേക്ക് ഇറ്റ് ഈസി. എന്താ കാര്യം? കാണാനില്ല. എന്ത്? എന്റെ പോമറേനിയൻ നായ്ക്കുട്ടിയെ കാണാനില്ല. എപ്പോ കാണാതായി? ഇന്നലെ. എവിടെ വെച്ച് കാണാതായി? എന്റെ വീട്ടിന്റെ മുമ്പിൽ വെച്ച്. വീട് എവിടെയാ? സിംഗപ്പൂർ. കോലാലംപൂർ. ഞങ്ങൾക്ക് സിംഗപ്പൂരിലും വീടുണ്ട്. പക്ഷെ നായ്ക്കുട്ടിയെ കാണാതെ പോയത് കോലാലംപൂരിൽ വെച്ച്. ഡാർലിംഗ്, അത് കണ്ടുപിടിച്ചു തരും അല്ലേ സാർ? എന്താ നായുടെ നിറം? വൈറ്റ്. അല്ല, ബ്ലാക്കിൽ വൈറ്റ് പാച്ചസ്. അല്ല ഡാർലിംഗ്, വൈറ്റിൽ ബ്ലാക്ക് പാച്ചസ്. നോ, ബ്ലാക്കിൽ വൈറ്റ് പാച്ചസ്. വൈറ്റിൽ ബ്ലാക്ക് പാച്ചസ്. ബ്ലാക്ക് പാച്ചസ്. ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. പേരെന്താ? സ്റ്റുപ്പിഡ്. അത് പട്ടിയുടെ പേരാണ്. ഡോഗ്സ് നെയിം. ഡോഗ്. പട്ടിയുടെ പേരല്ല ചോദിച്ചത്, കുട്ടിയുടെ പേരാ. ആ, അനു. മിസ് അനു നായർ, മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ സിംഗപ്പൂരിലേക്ക് വരുന്നോ അതോ പോലീസ് എസ്കോർട്ട് വിളിക്കണോ? വരൂ. ഡോഗ്. പട്ടി ഡോഗ്. പട്ടി ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം. Come on.
പിള്ളേരുടെ സഹായികളാണെന്ന് തോന്നുന്നത്. ബൈ ദ വേ,
ഈ വണ്ടി എന്റേതാണ്. ഞാൻ വിചാരിച്ചു എന്റേതാണ്. കുറച്ച് തണ്ണി അരിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലുള്ള വീരന്മാരെ ഒത്തു ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് സ്റ്റോപ്പ് കാർ. എനിക്ക് ഇറങ്ങണം. നിങ്ങൾ എങ്ങനെ ഈ കാറിനുള്ളിൽ വന്നു? 2-3 പേർ ഫോളോ ചെയ്ത് വന്നു. രക്ഷപ്പെടാൻ വിളിച്ചതാ. ഓ, ഐ സീ. കാര്യം എന്താ? Well, it's not my problem, അല്ലേ? ഇറങ്ങിക്കോളൂ. താങ്ക് യു. ബൈ. ഹലോ, പ്ലീസ് സ്റ്റോപ്പ് ദ കാർ. പ്ലീസ് സ്റ്റോപ്പ് ദ കാർ. എന്താ എന്ത് പറ്റി? അവര് പുറകിലുണ്ട്. ചന്ദ്രിക പെണ്ണേ നിന്നെ പുൽകാൻ കാത്തിരിപ്പു നിന്റെ തോഴൻ, നിന്നെ പുൽകാൻ കാത്തിരിപ്പു നിന്റെ തോഴൻ. വർണ്ണമായാണിന്നു കന്നിക്കുമാനം. വാസരശ്രീ നിറഞ്ഞു നിൽക്കും വാടിയിൽ പാടും പൂങ്കുയിലിൻ മോഹമില്ലേ മധുനുകർന്നീടാൻ. വാസരശ്രീ നിറഞ്ഞു നിൽക്കും വാടിയിൽ പാടും പൂങ്കുയിലിൻ മോഹമില്ലേ മധുനുകർന്നീടാൻ. കാട്ടുചമ്പകം പൂത്ത ചില്ലയിൽ ആടിടും കാറ്റേ, നാണമാണോ പൂവിൻ ചുണ്ടിൽ മുത്തമിടാൻ. കന്നിക്കുമാനം വെണ്ണിലാവാം സുന്ദരിക്ക് വിരുന്നൊരുക്കാൻ.
പൊങ്കിനവാം പൈങ്കിളിത്തിൽ കൂടിയാടിടാൻ കൂട്ടുവേണം ആരണയും ഒത്തുകൂടിടാൻ. പൊങ്കിനവാം പൈങ്കിളിത്തിൽ കൂടിയാടിടാൻ കൂട്ടുവേണം ആരണയും ഒത്തുകൂടിടാൻ. മാനമാകെ കാറ് കൊണ്ടു നേരമേറപ്പോൾ ഉണ്മയിലെ ആട്ടമാടാൻ മറന്നു പോയോ? വല്ലമയാണിഞ്ഞോ കന്നിപ്പുമാനം വെണ്ണിയാവാം സുന്ദരിക്ക് വിരുന്നൊരുക്കാൻ. മണ്ണിലേക്ക് വന്നിറങ്ങു ചന്ദ്രിക പെണ്ണേ, നിന്നെ പുൽകാൻ കാത്തിരിപ്പൂ നിന്റെ തോഴൻ. നിന്നെ പുൽകാൻ കാത്തിരിപ്പൂ നിന്റെ തോഴൻ. വല്ലമയാണിഞ്ഞോ കന്നിപ്പുമാനം.
You bastards! Hey, mister. Come on. വരണം. അടുത്തു പോകുന്നേ. കാറിന് വലിയ ഡാമേജ് ഒന്നും വരുത്തിയിട്ടില്ല. ടേക്ക് ഓക്കെ. പിന്നെ എന്നോട് ഇനി കളിക്കരുത്. ഓക്കെ? Come on. നമ്മളിനി എങ്ങനെ പോകും? വരും. താങ്ക് യു. ഞാൻ പോട്ടെ. അറിഞ്ഞോ അറിയാതെ എന്റെ കാറിൽ വന്ന് കയറി. ഏതായാലും എന്റെ വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് വാ. വരും. ഓക്കെ. പ്ലീസ്. വരും. ഇരിക്കൂ. നൈസ് പ്ലേസ്. ഇതെന്റെ പേഴ്സണൽ കോട്ടയാണ്. വീട്ടിൽ മറ്റാരും ഇല്ലേ? ഇല്ല. ഒരു വിവാഹമൊക്കെ കഴിച്ച് ഇവിടെ സുഖമായി ജീവിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ പറ്റിയില്ല. എന്ത്? എനിക്ക് വേണ്ടി നിശ്ചയിച്ച പെൺകുട്ടിക്ക് ഒരുപക്ഷെ എന്നെ ഇഷ്ടമായി കാണില്ല. വൈ വൈ? അത് അവൾക്കല്ലേ അറിയൂ. ഞാൻ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞതിന്റെ തലേ ദിവസം അവൾ ഒളിച്ചോടിക്കളഞ്ഞു. കാരണം? അത് അനു പറയൂ. ഞാനാണ് അശോക്, കെ മേനോന്റെ മകൻ. വിഷമിക്കണ്ട. ആ, വിൽ യു ഹാവ് എ കൂൾ ഡ്രിങ്ക് ഓഫ് കോഫി? ആഹാ. ഓക്കെ. ഒളിച്ചോടിയത് ഒറ്റയ്ക്കാണോ അതോ? ഉണ്ണി കൂടെ ഉണ്ടായിരുന്നു. ഐ സി. അപ്പോൾ ഭാഗ്യവാൻ ഉണ്ണിയാണ് അല്ലേ? ഉണ്ണി എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ഞാൻ പോട്ടെ. വേണ്ട, ഉണ്ണി ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഉണ്ണി 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 ഡിസ്കോ ഹാളിൽ തന്നെ ഉണ്ടാവും. ഞാനും വരാം. വേണ്ട, അനു വിശ്രമിച്ചോളൂ. ഐ വിൽ ഗെറ്റ് ഹിം ബാക്ക് ആൻഡ് യു ബി കംഫർട്ടബിൾ. ഓക്കെ?
അനു, ഉണ്ണി എന്നോട് കഥകളെല്ലാം പറഞ്ഞു. ബൈ അവരുടെ ഈ പെട്ടിയിൽ എന്താണെന്ന് നിങ്ങൾ നോക്കിയോ? നോക്കി, പക്ഷെ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഓഹോ. മൈ ഗോഡ്, ഇത് ഹെറോയിനാണ്. ഈ ഡ്രഗ് പിടിച്ചാൽ മരണശിക്ഷയാണെന്നുള്ള വിവരം അറിയാമോ? വെരി റാസ്കൽസ്. അവരെവിടെ നിന്നോ സ്മഗിൾ ചെയ്തുകൊണ്ടെന്നാണ്. ഇതിവിടെ വെച്ചുകൂടാ. I see. I'll be back in a minute. Okay. Come on, let's go. നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ വേണം, ഞങ്ങൾക്ക് പെട്ടി വേണം. വൈ നോട്ട് ബി യുണൈറ്റ്? ഓക്കെ, അവരെവിടെ പോയെന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്? ഉണ്ണിയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ തട്ടിയെടുത്താണ് അവന്റെ ചങ്ങാതിയുടെ അഡ്രസ്. അവനും അവളും അവിടെ കാണും. അവർ പോലീസിലെങ്ങാനും വിവരം അറിയിച്ചു കാണുമോ? പോലീസിൽ വിവരം അറിയിക്കാൻ ഗട്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ കൊലപാതകം നടന്നു അറിഞ്ഞപ്പോഴേ അവരത് ചെയ്തേനെ. ഐ എം ഷുവർ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ദം. സമർത്ഥന്മാരാണെന്ന് കരുതിയല്ലേ? എവിടെയാ സൂട്ട് കേസ്? സൂട്ട് കേസ് ഞങ്ങൾ തിരിച്ചു തരാം. കൊണ്ടുപോവാ. മിസ്റ്റർ അബുവിന്റെ കൊലപാതകത്തിൽ ഞങ്ങൾ കുറ്റക്കാരായിരിക്കുകയാണ്. അതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം. ഒഴിവാക്കി തന്നാലേ പെട്ടി തരൂ? അതെ. പെട്ടി വിടില്ല. അത് ഞങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റി കഴിഞ്ഞു. എവിടേക്ക് മാറ്റി? അത് ശരിയാ, വെറുതെ വെള്ളം വെക്കണ്ട. അബുവിനെ കൊന്നത് ഞങ്ങൾ തന്നെയാണ്. എന്തിന്? അബുവും ഞങ്ങൾ കൂട്ടുകച്ചവടക്കാരായിരുന്നു. അയാൾ ഞങ്ങളെ ചതിക്കാൻ നോക്കി, ഞങ്ങൾ തട്ടി. പെട്ടി ഞാൻ തരാം. താങ്ക് യു. ഗുഡ് ബൈ. അപ്പൊ ഞങ്ങളുടെ കാര്യം കൊണ്ടുപോയിക്കോളൂ. ഓക്കെ. അത് ശരിയാ, വെറുതെ വെള്ളം വെക്കണ്ട. അബുവിനെ കൊന്നത് ഞങ്ങൾ തന്നെയാണ്. എന്തിന്? അബുവും ഞങ്ങൾ കൂട്ടുകച്ചവടക്കാരായിരുന്നു. അയാൾ ഞങ്ങളെ ചതിക്കാൻ നോക്കി, ഞങ്ങൾ തട്ടി. Take them. Thank you very much, Inspector. ഞാൻ വിവരം അറിയിച്ചുകൊണ്ട് വന്നതാണ്. മിസ്സാനു, കളി വേറെ, കാര്യം വേറെ. വിവാഹം കളിയല്ല, അത് മനസ്സിലാക്കണം. But why? I am so sorry. Please take them. Bye-bye. വിഷമിക്കാതിരിക്കടോ. അശോകിന്റെ ഫോൺ വന്നില്ലേ? ഇതൊന്നും അത്ര കാര്യമാക്കാനില്ല. നിനക്കത് പറയാം. അവമാനം പറ്റിയത് എനിക്കാ. അവമാനം? എന്താ അവമാനം? ഈ വീട്ടിലുള്ളവരും ഞാനും നീയും മാത്രമല്ലേ സംഗതി മനസ്സിലാക്കിയിട്ടുള്ളൂ. സർക്കാർ അവളിവിടെ വരട്ടെ. ഇതേ നോക്ക്, സംസാരിച്ച് സംഗതി വഷളാക്കരുത് കേട്ടോ. എല്ലാം സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. I will handle it. ആ നടക്കണം. മിസ്റ്റർ നായർ,
അതാണ് നിക്സൺ ആൻഡ് ഡിക്സൺ. ഓക്കെ സർ. ഐ എം സോറി ഡാഡി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഡാഡി. നല്ലപോലെ കഷ്ടപ്പെട്ടു അല്ലേ വീട്ടിൽ പെണ്ണ്. ക്ഷമിച്ചെന്ന് പറഞ്ഞേക്കടോ. ഇനി ഒരിക്കലും അവൾ ഓടിപ്പോയില്ലെന്ന് പറഞ്ഞില്ലേ? ഐ എം സോറി ഡാഡി. എല്ലാം ഇവൻ കാരണം വന്നതല്ലേ? അതെ ഡാഡി. ഇവനെ മറക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ് ഡാഡി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. സാരമില്ല. ഇനി നീ ഡാഡി അനുസരിക്കുമോ? യെസ് ഡാഡി. ഗുഡ് ഗുഡ്. മക്കളായാൽ അങ്ങനെ വേണം. എടാ മരമോണ്ട് വെച്ച് നിൽക്കാതെടാ. ഗിവ് യു ഡ്രിങ്ക്. ഇന്ന് ഞാനും ആരംഭിക്കാൻ പോകും. ഗുഡ് ഗുഡ്. വാ. ഓടണ്ട, ഇനി നടന്നു പോയാൽ മതി. പക്ഷെ ഒരു കാര്യം, കാണുന്ന വണ്ടിക്കാരോടൊന്ന് ലിഫ്റ്റ് ചോദിക്കരുത്. ഓക്കെ? അശോക്, ഡാഡിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അശോക്.